നമുക്കിന്ന് കാരിമീൻ കറി വെക്കാം കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ കാര്യമായിരുന്നു. അത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് ഒരു 3/4 കിലോ. എന്നിട്ട് നമ്മൾ ഒരു 5-6 ചുമന്നുള്ളി, പകുതി സവാള, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, 3 പച്ചമുളക്, 2 തക്കാളി, 2 കഷ്ണം കുടംപുളി ഇതെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ട് ചട്ടി ചൂടാക്കിയപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിനകത്ത് ഉലുവ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് ആ വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. കറിവേപ്പിലയും അതിൽ തന്നെ ഇട്ട് കൊടുക്കണം. നല്ല രീതിയിൽ ആ വെളിച്ചെണ്ണയിൽ ഒന്ന് വഴണ്ടി വന്നിട്ട് വേണം ബാക്കിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ. ചെറിയൊരു ബ്രൗൺ കളറാവണം. അപ്പോഴത്തേക്ക് നമ്മൾ പച്ചമുളക് അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുത്ത് അപ്പോൾ നല്ല രീതിയിലൊന്ന് വഴണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആ കുടംപുളി അതിനകത്ത് ഇട്ട് കൊടുത്തു. അപ്പോൾ കുടംപുളിയുടെ ആ ഒരു ചവർപ്പ് മണം ഒന്ന് മാറിക്കിട്ടും നമ്മൾ ആ വെളിച്ചെണ്ണയിലിട്ട് വഴറ്റുമ്പോൾ. പിന്നെ 3 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം കൂടി മിക്സ് ചെയ്തൊരു ബൗളിലാക്കി മാറ്റി വെക്കാം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കത്. അപ്പോൾ ആ നല്ല ബ്രൗൺ കളറായി അത് നല്ല ഒന്ന് വഴണ്ടി വന്നപ്പോഴത്തേക്ക് നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ച പൊടി അതിനകത്ത് തട്ടി കൊടുക്കാം. പൊടി തട്ടുമ്പോൾ പ്രത്യേകം നമ്മൾ ഓർക്കണം, ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. വളരെ തീ കുറച്ച് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. അതൊന്ന് വരണ്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇതായി വരുമ്പോഴത്തേക്ക് നമ്മൾ ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് ചേർത്ത് കൊടുത്ത് ആ പൊടി എല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം. എല്ലാം നല്ല രീതിയിലൊന്ന് വെന്ത് മിക്സായി വരണം. മിക്സായി വന്നു കഴിയുമ്പോൾ നമ്മൾ ആ തക്കാളിയും കൂടി എടുത്ത് അതിനകത്തിട്ട് വഴറ്റണം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ബാക്കിയിരിക്കുന്ന വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. 3/4 കിലോ മീനിന് അത്രയും പോരെ, ചാറ് വേണമല്ലോ നല്ലോണം. അപ്പോൾ കുറച്ചും കൂടി ചാറിന് വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് എല്ലാം ഒന്ന് മിക്സാക്കി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി ചേർത്തിട്ട് നമ്മൾ ഇനി അടച്ച് വെച്ച് നമുക്ക് ഒന്ന് തിള വന്നതിന് ശേഷമേ മീനിടാവൂ. അല്ലെങ്കിൽ ആ മീനിൻ്റെ ഒരു സ്മെല്ല്, പണ്ടുള്ളവരത് പറയുന്നത് കേൾക്കാം, മീനിൻ്റെ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് അടച്ച് വെച്ച് അതൊന്ന് തിളപ്പിക്കും. ഒന്ന് തിളച്ച് വന്നെന്ന് കാണുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് മീനിടാം. തൊലി കളഞ്ഞ് വെച്ച കാരിമീൻ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 4-5 തിള വന്നതിന് ശേഷമാണ് ഞാൻ തുറന്നത്. അപ്പോൾ ഒരുവിധം നല്ല മീനൊക്കെ വെന്ത് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. എന്നാലും ഇനി നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് എണ്ണ തെളിയാൻ വേണ്ടി ഒരു 10 മിനിറ്റും കൂടി നമ്മൾ അടുപ്പിൽ തന്നെ ഇട്ടിരിക്കണം. ആ സമയത്ത് നമുക്ക് കുറച്ച് കപ്പയും കൂടി റെഡിയാക്കി അപ്പോഴത്തേക്ക് നല്ല എണ്ണ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് കറി റെഡിയായി വന്നിട്ടുണ്ട്. ചോറെടുത്തു, നെല്ലിക്കാച്ചാറ്, കപ്പ, പിന്നെ നമ്മുടെ കരിമീൻ കറി. എനിക്ക് മീനിലെ എല്ലാത്തിലും തലയാണ് ഇഷ്ടം. ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് തലയാണ്. സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. ആ കറി തുറന്നപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു വാസന, നല്ലൊരു മണമായിരുന്നു. നല്ല ടേസ്റ്റുള്ള മീനാണ് കരിമീൻ. അപ്പോൾ നമുക്ക് കഴിച്ചാലോ?